ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരുവേ നമഃ. നമ്മുടെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 21-ാമത്തെ ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത്. ശ്ലോകം വായിക്കാം. പ്രിയമൊരു ജാതി ഇതൻ പ്രിയം തുതീയ പ്രിയം അപരപ്രിയം എന്നനേകമായി പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം. തൻ പ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം. തനിക്കിഷ്ടപ്പെട്ടതെന്നും അപരന് പ്രിയപ്പെട്ടതെന്നും ഇനിയും മറ്റൊരാൾക്ക് ഹിതകരമായതെന്നും പ്രിയ വിഷയത്തെപ്പറ്റി അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടാകാം. അതെല്ലാം ഭ്രമകൽപ്പനകൾ. ഇതൊക്കെ പ്രിയ വിഷയങ്ങളുടെ പേരിൽ മാത്രം, പ്രിയത്തിൻ്റെ പേരിലല്ല. വാസ്തവത്തിൽ മറ്റൊരാളുടെ പ്രിയം തന്നെയാണ് തൻ്റെയും പ്രിയമെന്ന പരമാർത്ഥം അറിഞ്ഞുകൊള്ളണം. പ്രിയം എല്ലാവരിലും ഒന്നു തന്നെ. ഇതെൻ്റെ പ്രിയം, അവൻ്റെ പ്രിയം, മറ്റുള്ളവരുടെ പ്രിയം എന്ന് അനേകമായി കണ്ടാൽ പ്രിയ വിഷയത്തിൻ്റെ പേരിൽ പരിഭ്രാന്തി ഉണ്ടാകും. തനിക്ക് പ്രിയമായിട്ടുള്ളത് തന്നെയാണ് മറ്റുള്ളവർക്ക് പ്രിയമെന്നറിഞ്ഞിരിക്കണം. ഇതാണ് ഈ ശ്ലോകം പറയുന്ന ആശയം. ഇതിനെ നമുക്കൊന്ന് വിശദമാക്കി പഠിക്കാൻ ശ്രമിക്കാം. ഇതിൽ ഗുരു സുപ്രധാനമായ 2 കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഒന്ന്, പ്രിയം ഒരു ജാതി. പ്രിയം ഒരു ജാതിയാണ്. പ്രിയം, ഇഷ്ടം, താല്പര്യം ഒന്നു മാത്രമാണ്. അനേക പ്രിയങ്ങളില്ല. 2, അവനവൻ്റെ പ്രിയം തന്നെയാണ് മറ്റുള്ളവരുടെ പ്രിയമെന്ന് ഗുരു പറയുന്നു. ഇത് ഉൾക്കൊള്ളാൻ വിഷമമാണ്. നമ്മൾ വിചാരിക്കുന്നത് പലർക്കും പല പ്രിയങ്ങളാണെന്ന്. ഗുരു എല്ലാവരുടെയും ഇഷ്ടം ഒരൊറ്റ ഇഷ്ടമാക്കി മാറ്റുന്നു. പ്രിയം ഒരിനം മാത്രമേ ഉള്ളൂ. ഇഷ്ടം ഒന്നു മാത്രമാണ്. വകഭേദങ്ങൾ ഉണ്ടെങ്കിലും ഇതെല്ലാം ഒന്നാണ്. പ്രിയം ഒന്നാണ്. പ്രിയ വിഷയങ്ങൾ അനേകമുണ്ടാകാം. ഒരൊറ്റ പ്രിയം മാത്രമേ ഉള്ളൂ. അവൻ അവനെ തന്നെ ഇഷ്ടപ്പെടുന്നു. അവനവനെ തന്നെ ഇഷ്ടപ്പെടുന്നു. എനിക്കെന്നോടാണ് പ്രിയം. ഇതാണ് പൂർണ്ണമായ അർത്ഥം. എനിക്ക് എൻ്റെ ആത്മാവിനോട് മാത്രമാണ് ഇഷ്ടം. പ്രിയ വിഷയത്തിൻ്റെ പേരിൽ കുടുംബത്തിൽ, സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഇഷ്ടത്തിൻ്റെ ഏകത്വം തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മനുഷ്യർക്ക് ശരിയായി ധരിക്കാനുള്ള കഴിവ് കുറഞ്ഞു. ഭാര്യയുടെ സ്നേഹം, ഭർത്താവിൻ്റെ സ്നേഹം, അധ്യാപകൻ്റെ ആത്മാർത്ഥത, ഇതിലൊക്കെ സംശയമാണ്. എന്തിന് എപ്പോഴും എല്ലാറ്റിലും നാം പോരായ്മ കാണുന്നു, ആത്മാർത്ഥത കാണുന്നില്ല. സാമൂഹികപരമായും കുടുംബപരമായും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈ ഇഷ്ടം കൊണ്ടാണ്. എൻ്റെ ഇഷ്ടത്തിൻ്റെ ഒത്ത് പ്രവർത്തിക്കുന്ന ഭാര്യയാണ് എനിക്കിഷ്ടം. സ്നേഹമായി മാറേണ്ട ബന്ധങ്ങൾ ഇന്ന് വേറൊരു തലത്തിലായി മാറുന്നു. അച്ഛൻ മകളെ ഉപദ്രവിക്കുന്നു, അമ്മ മക്കളെ കൊല്ലുന്നു. ഇതൊക്കെ നിത്യസംഭവമായി നാം ഇന്ന് പത്രങ്ങളിൽ വായിക്കുന്നു. ഗുരു പറയുന്നു, ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊത്താണ് ജീവിക്കുന്നത്. തൻ്റെ മാത്രം ഇഷ്ടമാണ് ശരിയെന്ന ബോധത്തിലാണ് ജീവിക്കുന്നത്. ഇഷ്ടങ്ങളിൽ പ്രത്യേകം ഇല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ ബന്ധങ്ങൾക്ക് സുതാര്യമുണ്ടാകും. തിരിച്ചറിയേണ്ട വസ്തുത എന്നാൽ എൻ്റെ ഇഷ്ടം തന്നെയാണ് അപരൻ്റെ ഇഷ്ടം എന്നത്. ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റൊരാൾ അയാളെ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടത്തിൻ്റെ ഏകത്വം തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമുക്ക് ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത്. ഇഷ്ടങ്ങളുടെ, പ്രിയത്തിൻ്റെ ഏകത്വം തിരിച്ചറിയണം. ഇതാണ് ആത്മസ്നേഹം.
തനിക്ക് തന്നോടുള്ള സ്നേഹം. വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ തൻ്റെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടാണ് മറ്റുള്ളവരെ സേവിക്കുന്നത്. നമ്മുടെ ജീവിതം അപകടത്തിലാകുമ്പോൾ നമ്മെ രക്ഷപ്പെടുത്താൻ വന്നവർ ആരാണെന്ന് നാം നോക്കാറില്ല. മുങ്ങിച്ചാവാൻ പോകുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും രക്ഷപ്പെടുത്തിയാൽ മതിയെന്നായി കരുതുന്നു നാം. എന്നാൽ അഭയാർത്ഥി ക്യാമ്പിലെത്തിയാൽ അവിടെ ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നു. അവിടെ ഭേദചിന്ത വന്നു. കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന സ്നേഹം ശരിയല്ല. നമുക്ക് നമ്മോട് നീതി പുലർത്താൻ പറ്റുന്ന അതേ രീതി തന്നെ മറ്റുള്ളവരോടും നീതി കാണിക്കണം. തനിക്ക് തൻ്റെ മുന്നിൽ എത്ര വ്യക്തമായി സത്യമായിരിക്കാൻ കഴിയുന്നു എന്നതാണ് ഗുരു പഠിപ്പിക്കുന്നത്. തന്നോട് നീതി പുലർത്തുക, അത് സ്വാർത്ഥതയല്ല എന്ന്. ശ്രീനാരായണ ഗുരുവും രമണ മഹർഷിയുടെയും കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. അവരൊന്നും മിണ്ടിയില്ല, അവർക്കൊന്നും മിണ്ടാനില്ല. രണ്ടു പേർക്കും കൃത്യമായി അത് തിരിച്ചറിയാം. ആ തത്വം രണ്ടു പേർക്കും അറിയാം. ഇങ്ങനെയുമുണ്ട് യാഥാർത്ഥ്യം. പ്രിയത്തിൻ്റെ ഏകത്വത്തെ തിരിച്ചറിയുക. തനിക്ക് തന്നോടാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ താനും അപരനും രണ്ടല്ല. ആത്മാവിൻ്റെ ഏകത്വത്തിൽ നിന്നാണ് പ്രിയത്തിൻ്റെ ഏകത്വം മനസ്സിലാക്കേണ്ടത്. ഇഷ്ടങ്ങളുടെ ഏകത്വം, ഇഷ്ടത്തിൻ്റെ ഏകത്വം തിരിച്ചറിയാതെ അവൻ്റെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ പലതാകുമ്പോൾ ഇഷ്ടവസ്തുവിൻ്റെ തെറ്റിദ്ധാരണയുണ്ടാകുന്നു. എൻ്റെ ഇഷ്ടമാണ് അപരൻ്റെ ഇഷ്ടം. ഇതെങ്ങനെ മനസ്സിലാക്കാം? ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടമുണ്ടെന്നാണ് നാം കരുതിപ്പോകുന്നത്. അനേക ഇഷ്ടങ്ങൾ കാണുന്നത് ഉപരിപ്ലവമാണ്. ഈ തത്വശാസ്ത്രം നിത്യജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ഇത്തരം അറിവുള്ളവർക്ക് ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റും. ഇതിൽ ജീവന കലയുണ്ട്, അതിജീവന കലയുമുണ്ട്. സന്തോഷപ്രദമാക്കുന്ന കല ജീവനകല. പ്രതിസന്ധികളിൽ അതിജീവിക്കണമെങ്കിൽ അതിന് തത്വശാസ്ത്രം അറിയണം. അതാണ് അതിജീവന കല. സകല ജീവജാലങ്ങൾക്കും അതിൻ്റെ സുരക്ഷിതത്വമാണ് പ്രിയം. അവനവനോട് തന്നെയാണ് പ്രിയം. ആചാര്യൻ ഇത് പഠിക്കുമ്പോൾ ഒരു കുരങ്ങൻ്റെ കഥ പറയും. എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ വെള്ളപ്പൊക്കം കയറി. കുരങ്ങൻ താമസിക്കുന്ന ആ ഒരു കെട്ടിടത്തിൻ്റെ മേലെ വരെ വെള്ളം വന്നു. അപ്പോൾ കുരങ്ങൻ എന്ത് ചെയ്തു? തൻ്റെ കുട്ടിയെ 2 കൈകൊണ്ടും പിടിച്ച് തലേൻ്റെ മേലെ ഉയർത്തി വെച്ചു. അപ്പം എല്ലാവരും വിചാരിച്ചത് തൻ്റെ കുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ്. നമുക്കങ്ങനെ തോന്നുള്ളൂ കണ്ടാൽ. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയല്ലേ ചെയ്യുക. തൻ്റെ കുട്ടിയെ ആദ്യം രക്ഷപ്പെടുത്തും. അപ്പം എല്ലാവരും കരുതി, നോക്കൂ, ആ കുരങ്ങൻ തൻ്റെ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നത് വെള്ളത്തിൽ മുങ്ങാതെ. പക്ഷെ വെള്ളം കയറി കുരങ്ങൻ്റെ മൂക്കിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇനിയും പിടിച്ചു നിൽക്കാൻ കുരങ്ങൻ എന്ത് ചെയ്തെന്നോ, ആ കുട്ടിയെ താഴെ കിടത്തിയിട്ട് അതിൻ്റെ മേലെ കയറി നിന്നു. നോക്കൂ, കുരങ്ങൻ തൻ്റെ സുരക്ഷിതത്വമാണ് ആദ്യം നോക്കുന്നത്. ഇത് തന്നെയാണ് എല്ലാ ജീവികളും ഇങ്ങനെ തന്നെയാണ് എന്നറിയണം. ഈ വസ്തുത അറിഞ്ഞാൽ ഒരു ജീവിയെയും ഉപദ്രവിക്കാൻ പറ്റില്ല. ഈ ഒരറിവ് ഒരു ജീവിയെയും നമ്മെ കൊല്ലുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും. എൻ്റെ പ്രിയമാണ് അവൻ്റെയും പ്രിയം. പ്രിയത്തിൻ്റെ പൊരുൾ അറിയണം. സഹജീവി സ്നേഹം എന്ന വലിയൊരു തത്വം നമുക്കപ്പോൾ മനസ്സിലാക്കാം. ഗുരുവിൻ്റെ തത്വങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, പ്രിയത്തിൻ്റെ ഏകത്വം തിരിച്ചറിഞ്ഞാൽ ജീവൻ്റെ ഏകത്വം തിരിച്ചറിയാം എന്ന്. പ്രിയം ഒരു ജാതി, അത് എൻ പ്രിയം, അപരൻ്റെ പ്രിയം വേറെ വേറെ ആണെന്ന് മനസ്സിലാകുമ്പോൾ അവിടെ ഭ്രമമുണ്ടാകുന്നു, അവിടെ മത്സരമുണ്ടാകുന്നു. കുടുംബങ്ങളിൽ മത്സരത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. മത്സരം കൂടുമ്പോൾ കുടുംബ കോടതിയിലെത്തുന്നു. പ്രിയ വിഷയത്തെ അറിയാത്തത് കൊണ്ടാണ്.
പ്രിയ വിഷയത്തിൻ്റെ പേരിൽ കുടുംബങ്ങൾ തമ്മിൽ ഒത്തിരി മത്സരങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ കുടുംബങ്ങൾ തമ്മിൽ ആത്മബന്ധം കൂടുമ്പോൾ അവിടെ പ്രിയ വിഷയത്തിൻ്റെ പേരിൽ ഭിന്നതയില്ല. എല്ലാവർക്കും എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കും. പ്രിയ വിഷയത്തിൻ്റെ ഏകത്വം മനസ്സിലാക്കിയാൽ. പ്രിയമെല്ലാവരിലും ഒന്നാണ്. പലതായി കാണുമ്പോഴാണ് ഭ്രമമുണ്ടാകുന്നത്. പ്രിയ വിഷയത്തിൻ്റെ പേരിൽ മത്സരിക്കാതെ തൻ്റെ പ്രിയം തന്നെയാണ് അപരൻ്റെ പ്രിയമെന്നറിഞ്ഞിടണം. ഗുരു അപരൻ എന്ന വാക്ക് കുറേ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് അപരൻ? അപരൻ എന്ന് പറഞ്ഞാൽ പരനല്ലാത്തവൻ, അന്യനല്ലാത്തവൻ. ഗുരു ഏകത്വത്തിൻ്റെ തത്വശാസ്ത്രമാണ് പറയുന്നത്. ഗുരുവിന് അന്യനില്ല, നമുക്കാണ് അന്യൻ. അപരൻ എന്ന് പറഞ്ഞാൽ തന്നെ പോലെ തന്നെ. അപരൻ, അന്യനായി ഗുരു ആരെയും കാണില്ല. താൻ എന്ത് ഇഷ്ടപ്പെടുന്നുവോ അത് അപരനും ഇഷ്ടമാണെന്ന് തിരിച്ചറിയുക. പ്രിയം എല്ലാവരുടെയും ഒന്നാണെന്നും താൻ എന്ത് ഇഷ്ടപ്പെടുന്നുവോ അത് അപരനും ഇഷ്ടമാണെന്ന് തിരിച്ചറിയുക. പ്രിയത്തിൻ്റെ ഏകത്വം തിരിച്ചറിഞ്ഞാൽ ജീവൻ്റെ ഏകത്വം തിരിച്ചറിയാം. ഇങ്ങനെയുള്ള തത്വങ്ങളാണ് ഗുരു ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. താൻ എന്തിഷ്ടപ്പെടുന്നുവോ അത് അപരന് ഇഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ജീവിതം ധന്യമാകും. കുടുംബങ്ങൾ ഇതറിഞ്ഞാൽ കുടുംബങ്ങളിൽ ധന്യമാകും, ഉയർച്ചയുണ്ടാകും. അതിന് ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ഹരി ഓം നമഃ ശിവായ.